അള്ളാഹുവിൻ്റെ ജുനൂദുകൾ വ്യത്യസ്തങ്ങളായ സൈന്യങ്ങളുണ്ട് റഹ്മാനായ റബ്ബിന്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മലക്കായിരിക്കണം. ഭൂമിയിലേക്ക് അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇന്നാണ് ഇറങ്ങിയത്. എന്നിട്ട് ഫസല്ലം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വരുന്നത്. അല്ലാഹു അക്ബർ. കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പോലും സലാം പഠിപ്പിച്ചത് മലക്കുകളാണ്. വഖാൽ, എന്നിട്ട് നബിയോട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈൻ, രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷിച്ചോളൂ താങ്കൾ. നബിയെ, മുഹമ്മദ് നബിയെ, രണ്ട് വെളിച്ചം കൊണ്ട്, രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷിച്ചോളൂ. ഊതീതഹുമാ ലം യുഅതഹുമാ നബിയ്യുൻ ഖബ്ലക്, താങ്കൾക്ക് മുമ്പ് ഒരു നബിക്കും ഇതുപോലെ രണ്ട് പ്രകാശം കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകിയ ഫളായിലുകൾ, കറാമത്തുകൾ വമ്പിച്ചതായ സ്ഥാനങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകിയത്. അതിൻ്റെ ഒക്കെ ഒരു ഓഹരി ഇൻഷാ അല്ലാഹ് നമുക്കും കിട്ടും, നമ്മൾ ആ പ്രവാചകനെ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ. എന്നിട്ട് ഏതാണ് ആ രണ്ട് പ്രകാശം? ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ. ഇതുപോലൊരു അധ്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫാത്തിഹ പോലൊരു അധ്യായം തൗറാത്തിലോ സബൂറിലോ ഇഞ്ചീലിലോ ഖുർആനിൽ തന്നെ ഇല്ല. വലാഫിൽ ഖുർആൻ, ഖുർആനിൽ പോലും ഫാത്തിഹ പോലൊരു അധ്യായമല്ല. അതൊരു വലിയ നൂറാണ് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തത് വഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ നൂറാണ്, വെളിച്ചമാണ്, പ്രകാശമാണ്. ഈ രണ്ട് ആയത്തുകളുടെ അർത്ഥം ഒരാൾ പഠിച്ചാൽ, അതനുസരിച്ച് ജീവിച്ചാൽ തന്നെ ആ മനുഷ്യൻ വിജയിച്ചു എന്നാണ്. എന്നിട്ട് ഈ മലക്ക് പറയാണ്, ഇത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മലക്ക് പറയുന്നത്, ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉഅതീതഹു. ഇത് രണ്ടിൽ നിന്നും, അഥവാ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും സൂറത്തുൽ ബഖറയിലെ ഈ അവസാനത്തെ രണ്ട് ആയത്തുകൾ അല്ലെങ്കിൽ മൂന്ന് ആയത്തുകളിൽ നിന്ന് താങ്കൾ ഏതൊരു ഹർഫ്, അക്ഷരം പാരായണം ചെയ്താലും അതിന് ഉത്തരം ലഭിക്കാതിരിക്കില്ല. അതിന് പ്രതിഫലവുമുണ്ട്, അതിന് ഉത്തരവുമുണ്ട്. കാരണം സൂറത്തുൽ ഫാത്തിഹ അവസാനിക്കുന്നത് ബിദ്ദുആ, ദുആ കൊണ്ടല്ലേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ദുആ ആണ്. എന്താ അല്ലാഹുവിന്റെ മറുപടി? ഹാദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅൽ, ഇതെന്റെ അടിമക്കുള്ളതാണ്, എൻ്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. ഈ ദുആ ഞാൻ സ്വീകരിച്ചു എന്നാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മുതൽ മനസ്സ് തട്ടി ഒരാൾ ദുആ ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് തുടങ്ങുന്ന ആയത്തിലുള്ള റബ്ബനാ ലാ തുആഖിദ്നാ എന്ന് പറയുന്ന ഈ ദുആ. ഈ ദുആ ആത്മാർത്ഥമായി നിർവഹിക്കുന്ന ഒരാൾക്ക് ആ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല.